ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കഴിയുന്നു. നമ്മൾ എന്താണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ, കൂടുതലും രാത്രിയിലത്തെ കാര്യങ്ങളാണ് ഇന്ന് കൊടുത്തേക്കുന്നത്, ഫുഡ് ഐറ്റംസൊക്കെ കേട്ടോ. കാരണം പകൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കായിപ്പോയി. ഞാൻ ഇന്ന് ഉമ്മായും കൊണ്ട് ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊന്നും ഇന്ന് നല്ലൊരു റെസിപ്പിയൊക്കെ ഉണ്ടായിരുന്നു. റെസിപ്പി നല്ല ഒരു സംഭവമായിരുന്നു. കാരണം ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ ലഞ്ച് ബോക്സൊക്കെ ടിഫിൻ ബോക്സൊക്കെ തയ്യാറാക്കിയായിരുന്നു. എല്ലാവർക്കും അങ്ങനെയൊക്കെയായിരുന്നു ഫുഡ് കൊണ്ടത്. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അപ്പം അത്താഴം ചോറില്ലാത്തതുകൊണ്ട് ഞാനിന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ച് ദോശയും മുട്ട ചിക്കിയതും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുട്ട ചിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതായത് ചെറിയ പീസാക്കി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക, വഴറ്റുക. ഒരല്പം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരിയൊന്നും പച്ചമുളക് വേണ്ട, പിള്ളേരൊക്കെ ഉള്ളിടത്ത് കുറച്ച് പച്ചമുളക് മതി. അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അപ്പം അംഗസംഖ്യ കൂടുതലനുസരിച്ച് തേങ്ങാപ്പീരയും സവാളയും കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും മുട്ടയും വേണം, ഇത്രയൊന്നും ഒരുപാട് വേണ്ട. അപ്പം നമുക്കിതിപ്പോൾ ഞാൻ 3 മുട്ട വെച്ചാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളത് നന്നായിട്ട് വഴണ്ടി വന്നപ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്കതിനകത്തോട്ട് മല്ലിപ്പൊടി അല്ല കേട്ടോ, ഇത് പെരുംജീരകപ്പൊടി 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, അതുപോലെ തന്നെ 3/4 ടീസ്പൂണൊക്കെ എരിവിന് പാകത്തിനായിട്ട് കുരുമുളക് പൊടി ഞാൻ പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട നന്നായിട്ട് കലക്കി ഉപ്പും കൂടെ ചേർത്ത് കലക്കിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഉപ്പ് പിടിച്ചില്ലെങ്കിലോ എന്ന് നേരത്തെ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ സവാള വഴറ്റിയപ്പോഴും ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിരുന്നു. എന്നാലും അതൊന്നും പോരാ, ഇനി ഉപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോവും. അങ്ങനെ പിന്നെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് അത് കുറേ നേരം താമസം പിടിക്കും കേട്ടോ വഴറ്റാൻ. ഇതിങ്ങനെ വഴറ്റി അത് ആ മുട്ട ഡ്രൈ ആകുന്നിടം വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ കുറേ വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ മുട്ട ചിക്കിയത് ഇവിടെ റെഡിയാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില വേണ്ടവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കറിവേപ്പിലയും മല്ലിയിലൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് അതിനും കൂടെ വയ്യ, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. കറിവേപ്പില വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെളിയിൽ പോയി പിച്ചണം, രാത്രിയിലായതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പം നമ്മുടെ മുട്ട ചിക്കിയത് ഇവിടെ ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ദോശ ചുടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, തട്ടുദോശ മോഡൽ ദോശയാട്ടോ ഞാൻ എപ്പോഴും ചെയ്യുന്നത്, എനിക്കതാ ഇഷ്ടം. ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുരിച്ചിൽ വീണ് വരുന്നുണ്ടേ. നമ്മൾ ഈ സമയത്ത് തന്നെ ഇതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ. ഞാൻ വേറൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വലിയ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വേണ്ട, ഹാഫായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എത്ര തക്കാളി ഇട്ടാലും, എത്ര തക്കാളി എന്നല്ല, 1-2 തക്കാളിയൊക്കെ ഇടാം. എന്നാലും ഞാനിപ്പോൾ ഒരു തക്കാളി ഇടുന്നുള്ളൂ കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് വഴണ്ടി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ ദോശ ഇവിടെ ഒരു ചെറിയ അടുപ്പിലിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പം അതിങ്ങനെ ചെറിയ തീയിലിങ്ങനെ കിടന്ന് വെന്ത് നമുക്ക് മാറ്റി തിരിച്ച് മറിച്ച് വിട്ടങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ കിടന്ന് വേകട്ടെ. അപ്പോഴേക്കും അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തക്കാളിയും സവാളയും വഴണ്ട് വന്നതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, സ്വല്പം മുളക് പൊടി, പിന്നെ ഈ പറഞ്ഞ പോലെ പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഒരു എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് എന്ന് വെച്ചാൽ ഞാൻ ബിരിയാണി അരി ആയിരുന്നു, അത് ഞാൻ മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു പിന്നെ വേവിച്ച് വെച്ചിരുന്നതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പം ഇച്ചിരി കൂടെ വേകാനുണ്ടായിരുന്നു. ഞാൻ ഇന്നെടുത്തത് കുക്കറിലിട്ട് 2 വിസിലടിച്ചപ്പോൾ നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് വേവിച്ചിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ല സൂപ്പർ ടൊമാറ്റോ റൈസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നമ്മൾ ഉപ്പ് നോക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില, പുതിനയില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയിലയും പുതിനയിലയും ഒന്നുമില്ല. എപ്പോഴും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വിചാരിക്കും മല്ലിയിലയും പുതിനയിലയും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. പിന്നെ ഞാനങ്ങ് മടിക്കും. എന്തായാലും കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ എന്തായാലും മുട്ട ചിക്കൻ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും അടുക്കള ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി അതെല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എല്ലാം കഴുകി എല്ലാം വെച്ച് ഒക്കെ വരുമ്പോഴേ നമ്മുടെ അടുക്കള ഒതുങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും ബൈ.